പൊന്നാനിയിൽ കടൽക്ഷോഭം രൂക്ഷമായ സ്ഥലങ്ങളിൽ ഒരു മാസത്തിനകത്ത് താൽക്കാലിക കടൽഭിത്തി നിർമ്മിക്കുന്നതിന് മാർഗങ്ങൾ തേടുമെന്ന് കെ.പി. നൌഷാദ് അലി എം.എൽ.എ. പറഞ്ഞു. പൊന്നാനിയിലെ കടലാക്രമണ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നാനിയിലെ കടൽക്ഷോഭം തുടർക്കഥയാണെന്നും എല്ലാ വർഷവും 50ഓളം മീറ്റർ തീരം കടലെടുക്കുന്നുവെന്നും നൌഷാദ് അലി പറഞ്ഞു. കാപ്പിരിക്കാട് മുതൽ അഴീക്കൽ വരെ 10.5 കിലോമീറ്ററാണ് പൊന്നാനി മണ്ഡലത്തിലെ തീരദേശം. 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഇപ്പോൾ കടൽഭിത്തി ഉള്ളത്. ബജറ്റിൽ 3 കോടി വകയിരുത്തുകയും ബാക്കി തുക നബാർഡിൽ നിന്നുൾപ്പെടെ കടമെടുക്കാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. അതിന് 2 മുതൽ 3 വരെ വർഷം എടുക്കും. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ സാധിക്കില്ലെന്നും പെട്ടെന്നുള്ള പരിഹാരമാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്പനികളിൽ നിന്ന് CSR ഫണ്ട് തേടുന്നുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായ സ്ഥലത്ത് 1 മാസത്തിനകത്ത് കടൽഭിത്തി നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നബാധിതരെ വാടക വീട്ടിലാക്കാൻ മുൻകൈയെടുക്കുന്നുണ്ടെന്നും നൌഷാദ് അലി പറഞ്ഞു. വർഷം തോറും കഴിച്ചു വരാറുള്ള ആണ്ട് നേർച്ച എന്നൊക്കെ പറയുന്നതുമാതിരി എല്ലാ വർഷവും പൊന്നാനി തീരദേശത്തുണ്ടാകുന്നൊരു പ്രശ്നമാണത്. മഴക്കാലം വന്നാൽ ഈ വേലിയേറ്റവും കടലാക്രമണവും തീരശോഷണവും അത് ഇവിടെ ഒരു തുടർക്കഥയാണ്. പതിറ്റാണ്ടുകളായിട്ട് ഇത് ഇത്തരത്തിലാണുള്ളത്. ഈ വർഷത്തെ കെടുതികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭീഷണി എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു 50 മീറ്റർ വീതിയിലുള്ള പ്രദേശമെങ്കിലും കടലെടുത്തു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ ഒരു 1/2 കിലോമീറ്ററോളം കഴിഞ്ഞ ഒരു 1.5 ദശകത്തിനിടയിൽ കടലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പൊന്നാനി തീരദേശം എന്നൊന്നും ഉണ്ടാവുകയില്ല. ഇത് നേരെ ഹൈവേ വരെ കടൽ വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നത്. ഇതൊരു ശാശ്വത പരിഹാരമാണ് ഇതിന് വേണ്ടത്. അത് ഒരു കടൽ ഭിത്തിയാണ് ഇതിന് വേണ്ടത്. കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെ 10.5 കിലോമീറ്ററാണ് പൊന്നാനി നിയോജകമണ്ഡലത്തിലെ തീരദേശം. അവിടെ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഭാഗികമായെങ്കിലും ഇത്തരത്തിലൊരു കല്ല് കൂട്ടി വെച്ചിട്ടുള്ളത്. ഒരു കടൽ ഭിത്തി എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഈ ബജറ്റിൽ 3 കോടി രൂപ ഇതിനുവേണ്ടി വകയിരുത്തുകയും മിച്ചം വരുന്ന തുക നബാർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെയുള്ള കടൽ ഭിത്തി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു DPRൻ്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. DPR അന്തിമമായാൽ ആ നബാർഡിൻ്റെ പ്രപ്പോസലിൽ അത് ഉൾപ്പെടുത്തി ഇവിടെ കടൽ ഭിത്തി ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ പേപ്പർ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരണമെങ്കിൽ അതിന് 1 വർഷത്തിലധികം എടുക്കും. അതിൻ്റെ പണി പൂർത്തിയാവണമെങ്കിൽ മറ്റൊരു 2 വർഷം എടുക്കും. അത്രയും കാലം തീരദേശവാസികളെ ഇങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കുക വയ്യ എന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ മൺസൂൺ കാലത്ത് തന്നെ ഈ വിഷയത്തിലൊരു ഇടപെടൽ നടത്താൻ ചില കമ്പനികളെയൊക്കെ വ്യക്തിഗതമായിട്ട് MLA എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവരുടെ CSR ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്യാവശ്യമുള്ള ഇടങ്ങളിൽ ഒരു കടൽ ഭിത്തി പണിയാനുള്ളൊരു സാഹചര്യം ചെറിയ തുകകളാണ് കിട്ടുമെങ്കിൽ പോലും 1 കോടിയിൽ താഴെയുള്ളൊരു തുകയ്ക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അത് കിട്ടിയാലുടൻ 1 മാസത്തിനകത്ത് ചില ഇടങ്ങളിൽ ഏറ്റവും വൾണറബിളായിട്ടുള്ള രൂക്ഷമായി ബാധിക്കുന്ന ഇടങ്ങളിൽ നമ്മളൊരു കടൽ ഭിത്തി ഉണ്ടാക്കണം. അതൊരു മാസത്തിനുള്ളിൽ ഈ മൺസൂൺ തീരുന്ന മുമ്പ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമാണ് ഇപ്പോഴുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു ഇടപെടലും ഒരു പരിഹാരവും. അതിനുള്ള പണികളും പ്രവൃത്തികളും പുരോഗമിക്കുന്നു. 1 മാസത്തിനുള്ളിൽ അത്തരത്തിലൊരു താൽക്കാലികമായൊരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാകും.